ഹലോ സ്റ്റുഡൻസ്. അപ്പം ഞാൻ ഈ ലാഡറിൻ്റെ പ്രോബ്ലം ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ലാഡർ ഇങ്ങനെ എ ബി വെച്ചിട്ടുണ്ട്. ആ ലാഡറിനകത്തോട്ട് ഒരു 200 ന്യൂട്ടൺ അതിന് വെയിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിലോട്ടൊരു ആള് 600 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരാൾ ഇങ്ങനെ ലാഡറിലേക്ക് കയറുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ സ്ലിപ്പ് സംഭവിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് എയിൽ ഇങ്ങോട്ടൊരു സ്ലിപ്പ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എത്ര ഹൊറിസോണ്ടൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിലുള്ള. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഇനി ഓർക്കേണ്ട കാര്യം, ഒരു ലാഡർ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെന്റ് എപ്പോഴും ആൾക്കാർ കയറുമ്പോൾ സ്ലിപ്പ് ചെയ്യാനായിരിക്കും, ഇങ്ങോട്ടായിരിക്കും ഇതിൻ്റെ മൂവ്മെന്റ് എപ്പോഴും വരിക, ലാഡറിന്റെ മൂവ്മെന്റ്. അതുപോലെ ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ട് താഴേക്കായിരിക്കും ഇതിന്റെ മൂവ്മെന്റ് എപ്പോഴും താഴേക്കായിരിക്കും ഈ പോർഷനിൽ. ഇവിടെ മൂവ്മെന്റ് ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന കമ്പോണന്റ് എങ്ങോട്ടായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ മൂവ്മെന്റ് ഇങ്ങോട്ടാണെങ്കിൽ ഫ്രിക്ഷൻ നേരെ തിരിച്ചായിരിക്കും. ഇവിടെ അതുപോലെ തന്നെ ഫ്രിക്ഷൻ നേരെ തിരിച്ചായിരിക്കും. അത്ര ഓർക്കാം നിങ്ങൾ. അപ്പൊ ഇനിയിപ്പം നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതിൽ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് പെട്ടെന്ന് പറയാം. ഒരു നോർമൽ ഫോഴ്സ് N വരുന്നുണ്ട്, NA. അല്ല വേണ്ട, ഒരു ഫിഗർ വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ആയിട്ട് ഫോഴ്സ് ലാഡർ നിൽക്കുന്നു. ആ ലാഡറിന്റെ കൃത്യം നടുക്കായിരിക്കും എന്ത് വരിക, എപ്പോഴും വെയിറ്റ് വരിക. അപ്പോൾ വെയിറ്റ് എപ്പോഴും കൃത്യം നടുക്കായിരിക്കും. വെയിറ്റ് താഴേക്കുണ്ട്. പിന്നെ ആളിന്റെ വെയിറ്റ്, അയാൾ അവിടെ നിൽക്കുന്നു, ആളിന്റെ വെയിറ്റ് ആ ഡിസ്റ്റൻസിൽ. ഇത് 200 ആണ് ഇതിന്റെ വെയിറ്റ്. ഇതിന്റെ വെയിറ്റ് 600 ന്യൂട്ടൺ. ഇനിയിപ്പം നമുക്ക് ഈ ഓരോ പോയിന്റ് നോക്കാം. എ പോയിന്റ് മൂവ്മെന്റ് ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ, ലെഫ്റ്റ് സൈഡിലോട്ടായതുകൊണ്ട് തന്നെ അവിടുത്തെ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷന്റെ കമ്പോണന്റ് ഇങ്ങനെ വരുന്നുണ്ട്. അതിന് നമുക്ക് എയിലെ ആയതുകൊണ്ട് FA എന്ന് കൊടുക്കാം. പിന്നെ എല്ലാത്തിനും എന്ത് കാണും, ഒരു നോർമൽ റിയാക്ഷൻ എന്തായാലും വരും, നോർമൽ. അതിന് നമുക്ക് NA എന്ന് കൊടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇവിടെ എന്തുണ്ട്, ഒരു ഫോഴ്സ് P ഉണ്ട്, അപ്ലൈഡ്, ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ്, അതും കൂടെ എക്സ്ട്രാ വന്നു എന്നേ ഉള്ളൂ. ഇനി ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ഫ്രിക്ഷൻ താഴോട്ടായിരുന്നു, ഫ്രിക്ഷൻ മൂവ്മെന്റ് താഴോട്ടായിരുന്നതുകൊണ്ട് ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും, മുകളിലേക്കായിരിക്കും, FB. അതേപോലെ തന്നെ നോർമൽ NB. അപ്പോൾ അങ്ങനെ അത് രണ്ടുമായി ഇവിടെ അത്ര വരുന്നുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആകെ വരുന്നത്. അപ്പൊ ഈ പോയിന്റ് A, ഇത് B, ഇതിന് C എന്നും കൊടുത്തേക്കാം. ഈ ആള് നിൽക്കുന്ന അതിന് വെയിറ്റ് ഉള്ളതിനെ നമുക്ക് G എന്നും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം. ഇത് വെച്ചിട്ട് ഇനി നമ്മൾ റിസോൾവ് ചെയ്യണം, ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. അപ്പം ഇവിടെ ഇനിയിപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസും കൂടെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് കുറച്ച് ആംഗിൾസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മൊമെന്റ് എടുക്കുമ്പോൾ ഇതെല്ലാം വേണ്ടി വരും. മൊമെന്റ് എടുക്കുമ്പോൾ നമ്മൾ ലൈൻ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഈ മൊമെന്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ലൈൻ. ഈ ലൈൻ ഓഫ് ആക്ഷൻ നേരെ താഴോട്ടങ്ങ് ആക്കുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്ലാൻഡിങ് ആയിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്. ഇത് ഇവിടം വരെ 2 മീറ്റർ ആണ്. ഈ C വരെ ഉള്ളത് എത്ര, 3 മീറ്റർ ആണ്. അല്ല, ഫുൾ ആയിട്ടുള്ളത് 4 മീറ്റർ ആണ്. എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എടുക്കാം. ഇതിപ്പോ 2 മീറ്റർ ആണെങ്കിൽ, ഇത് 2 മീറ്റർ 60 ആണെങ്കിൽ നമുക്കറിയാം ഇതെന്തായിരിക്കും, 2 cos 60 ആയിരിക്കും. ഇത് 2 sin 60, നമ്മുടെ പഴയ ട്രിഗ്നോമെട്രി ഉള്ളു. അപ്പൊ ഇത് ഈ ഡിസ്റ്റൻസ് ഇവിടെ അങ്ങ് എഴുതാം, 2 cos 60. ഈ ഡിസ്റ്റൻസ്
ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഒരു ഇവിടം വരെയുള്ളത് അപ്പം 3 cos 60. ഇവിടം വരെയുള്ളത് അപ്പം 4 cos 60. അതുപോലെ ഈ ഡിസ്റ്റൻസ് അപ്പം 4 sin 60. ഒന്നുമില്ല, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. 60 ആണെങ്കിൽ, സപ്പോസ് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, എക്സ് കോസ് 60, ഇത് എക്സ് സൈൻ 60 ആയിരിക്കും. അത്രേ ഉള്ളൂ. നമ്മൾ ട്രിഗ്നോമെട്രി വെച്ച് കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് മൊമെന്റ് അബൌട്ട് എയുടെ മൊമെന്റ് എടുക്കണം. എയുടെ മൊമെന്റ് നമുക്ക് എടുക്കാം. മൊമെന്റ് അബൌട്ട് എ. മൊമെന്റ് അബൌട്ട് എ അങ്ങോട്ട് എടുക്കാൻ പോവാണ്. ഇംപ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അബൌട്ട് എ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കൊടുക്കണം. അത് ഇംപ്ലൈസ് ചെയ്യുമ്പോൾ ഈ ഇവിടുത്തെ ഫോഴ്സ് ഒന്നും ഇത് വരില്ല അല്ലെ. ഇതെല്ലാം ഇതിന്റെ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഈ എഫ് എ പാസ് ചെയ്യുന്നു, പി പാസ് ചെയ്യുന്നു, എൻ എ പാസ് ചെയ്യുന്നു, എല്ലാം ഈ പോയിന്റ് ആണ് കിട്ടില്ല. അപ്പൊ ഈ ജി ഇത് വരുന്നുണ്ട് 200 ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 cos 60. ഇതും വരും 600 വരും. അത് വരുന്നത് 3 cos 60. പിന്നെ ഇതും വരും എഫ് ബി, അത് ഇൻറ്റു ഇത്ര 4 cos 60. പിന്നെ ഇതും വരും, എൻ ബിയും വരും. ഇതെല്ലാം നമുക്കൊന്ന് എഴുതി വെക്കാം. ഡയറക്ഷൻ നോക്കാം. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്. ഈ കേസിൽ ഇതെല്ലാം 200 ഒക്കെ പോസിറ്റീവ് വരും. സോ 200 ഇൻറ്റു നമ്മുടെ ഡിസ്റ്റൻസ് വരുന്നത് 2 cos 60 പ്ലസ് 600 ഇൻറ്റു 3 cos 60. ഇനി എഫ് ബി നേരെ തിരിച്ചാണ്ട് മൈനസ് എഫ് ബി ഇൻറ്റു 4 cos 60 മൈനസ് എൻ ബി ഇൻറ്റു 4 sin 60 ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ. ഇനി ഇതിനെ ഇപ്പം റിസോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്, റിസോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് വരുന്നത് 0.866 എൻ ബി പ്ലസ് 0.5 എഫ് ബി ഈക്വൽ ടു 275 എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1 ഇടാം. ഇവിടെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എഫ് ബൈ എൻ ഈക്വൽ ടു മ്യൂ എന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, the coefficient of friction between wall and ladder is 0.2. ഈ വോളും ലാഡറും തമ്മിലുള്ളത് 0.2 ആണ്. ഈ വോളും ലാഡറും തമ്മിലുള്ളത് 0.2. അതുപോലെ ഫ്ലോറും ലാഡറും തമ്മിലുള്ള 0.3. ഓക്കെ. അപ്പൊ നമുക്ക് എഫ് ബൈ എൻ പകരം ഇവിടെ നമുക്ക് കൊടുക്കാം എഫ് ബി ബൈ എൻ ബി ഈക്വൽ ടു മ്യൂ. സോ വി ഗെറ്റ് എഫ് ബി by NB equal to 0.2. So നമുക്ക് എഴുതാം FB equal to 2NB. Equation number 2. So put 2 in equation 1. We get, അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 0.86 NB plus 0.5 into 0.2 NB equal to 275. So we get value of NB equal to 284.62. നമുക്കപ്പോൾ വാല്യൂ കിട്ടും NB equal to 284.62.
68 ന്യൂട്ടൺ കിട്ടും NB കിട്ടി. സോ NB കിട്ടി കഴിഞ്ഞാൽ FB കൊടുക്കാം. 0.2 into NB ആണ്. സോ FB equal to 56.93 ന്യൂട്ടൺ കിട്ടും. സോ നമുക്ക് രണ്ടെണ്ണം പെട്ടെന്ന് വാല്യൂസ് കിട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാം. അടുത്തത് എബൌട്ട് എന്തെടുക്കണം? മൊമെന്റ്. അടുത്ത എബൌട്ട് വേണമെങ്കിൽ നമുക്ക് ബി എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കാര്യം ചെയ്താൽ മതി. നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഉള്ള ഇക്വേഷൻസ് അറിയാം. നമ്മൾ ഒന്ന് മൊമെന്റ് ഇക്വിലിബ്രിയം ഇക്വേഷനിൽ മൊമെന്റ് എബൌട്ട് 0 എടുത്തു. ഇനി സിഗ്മ fx 0, സിഗ്മ fy 0 എന്നുള്ളതുണ്ടല്ലോ. അപ്പൊ ഇതിൽ നമുക്കിനി സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സസ് ആയതുകൊണ്ട് നമുക്ക് സിഗ്മ fy ആദ്യം ചെയ്ത് നോക്കാം. ഈക്വൽ ടു 0. നമ്മുടെ സൈൻ കൺവെൻഷൻ ഒക്കെ സെയിം തന്നെ, എക്സും വൈയും, എക്സ് ആക്സിസും വൈ ആക്സിസും. സോ സിഗ്മ fy ഈക്വൽ ടു 0 നമുക്ക് ചെയ്യാം. വൈ ഡയറക്ഷനിൽ പിയും എഫയും വരില്ല. അപ്പൊ NA പോസിറ്റീവ് -200 -600 പ്ലസ് FB ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി FBയുടെ വാല്യൂ അറിയാം. സോ വി ഗെറ്റ് NA ഈക്വൽ ടു 743.066 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ നൗ നമുക്ക് വീണ്ടും അറിയാം F by N ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ NA കിട്ടി. സോ FA by NA ഈക്വൽ ടു ഇവിടുത്തെ മ്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്ലോറും ലാഡറും തമ്മിൽ 0.3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് കൊടുക്കണം. സോ FA by NA ഈക്വൽ ടു 0.3. So we get FA equal to 222.92 ന്യൂട്ടൺ. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. സിഗ്മ fx ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുകളിലോട്ട് എഴുതാം. സിഗ്മ fx ഈക്വൽ ടു 0. സോ P അങ്ങോട്ടുണ്ട്, FA ഉണ്ട്, ഇത് വരില്ല, ഇത് വരില്ല, ഇത് വരില്ല. ഇനി -NB ഈക്വൽ ടു 0 നമുക്ക് ഓൾറെഡി FA വരെ NB അറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ 61.76 ന്യൂട്ടൺ കിട്ടും. ഇത്രയുള്ള കാര്യം. ഒന്നുകൂടെ ഞാൻ പറയാം, ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കീബോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇത്രയും മാത്രം ശ്രദ്ധിക്കണം. ഇതിന്റെ മൂവ്മെന്റ് നോക്കണം. മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.